ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ അവിടെ തിരികെ എത്തിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുലർച്ചെ 4 മണിയോടെയാണ് സന്നിധാനത്തേക്ക് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ എത്തിച്ചിരിക്കുന്നത്. തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഇവ പുനഃസ്ഥാപിക്കും. മിഥുൻ അയ്യപ്പൻ സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. മിഥുൻ, തീർച്ചയായിട്ടും ഏറെ വിവാദമായതാണ് ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ അടർത്തി മാറ്റി ഇവിടെ നിന്ന് മാറ്റിയ സംഭവം. അത് വളരെ രീതിയിൽ വിവാദമായിരുന്നു, രാഷ്ട്രീയ വിവാദമായിരുന്നു. ഈ വലിയ രീതിയിൽ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ സംഭവത്തെ കോടതിയിൽ അടക്കം ചോദ്യം ചെയ്യുകയും ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ അന്വേഷണമെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ദ്വാരപാലക വിഗ്രഹം ഉടനെ തിരിച്ചെത്തിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് എത്തിച്ചത്. ഉടനെ തന്നെ അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. നമ്മൾ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി, അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഇതിന്റെ സ്പോൺസറായിട്ടുള്ള അരുൺ പോറ്റിയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ദേവസ്വം അധികൃതർക്ക് ഇത് കൈമാറിയിട്ടുണ്ട്. ഈ അറ്റകുറ്റപ്പണി നടന്ന ഇടത്തെ ഈ കമ്പനിയിൽ നിന്ന് തന്നെയാണ്, ചെന്നൈയിലെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ഇത് മാറ്റി ഇത് നൽകിയിരിക്കുന്നത്, തിരിച്ച് ദേവസ്വത്തിന് നൽകിയിരിക്കുന്നത്. ദേവസ്വം ഇത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയതായാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 394 ഗ്രാം സ്വർണമായിരുന്നു നേരത്തെ ഇതിനെ പൂശിയിരുന്നത്. ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമ്പോൾ ഇതിൽ നിന്ന് കൂടാൻ മാത്രമാണ് സാധ്യത എന്നും ഇതിന്റെ ആക്ച്വൽ കണക്ക് എത്രത്തോളം കൂടുതലായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം തനിക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ അതിന്റെ ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നോ നാളെയോ തനിക്ക് ലഭ്യമാകും. അങ്ങനെയെങ്കിൽ അതിന്റെ എത്ര ഗ്രാം കൂടുതൽ ഉണ്ട്, ഒരിക്കലും കുറയാനുള്ള സാധ്യതയില്ല, കൂടുതൽ നൽകാനാണ്, കൂടുതൽ അതിൽ പൂശാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇതിന്റെ സ്പോൺസർ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സ്പോൺസർ വ്യക്തമാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് ഈ 394 നിന്ന് ഗ്രാമിൽ കൂടുതലാവാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയം കോടതിയിൽ നിൽക്കുന്നു, വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം കൂടി ലഭിച്ചാൽ മാത്രമേ എത്രത്തോളം കൂടുതലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കുറവുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാൻ, കൃത്യമായിട്ടുള്ള വിവരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്പോൺസർ പറഞ്ഞ വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഏറെ വിവാദമായ സംഭവ വികാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു ഇത് സംബന്ധിച്ച് ഈ സ്വർണ്ണപ്പാളികൾ മാറ്റുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നട തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിലടക്കം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി. ആ നീക്കങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ഇന്ന് 4 മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിച്ചു സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 3 പവനോളം തൂക്കം വരുന്ന ഇതിന്റെ താങ്ങുപീഠം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ, ഈ 2 സ്വർണ്ണ താങ്ങുപീഠങ്ങളുണ്ട്, ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ താങ്ങുപീഠങ്ങളുണ്ട്. ഈ താങ്ങുപീഠങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ദേവസ്വം നൽകേണ്ടത് കോടതിയിലാണ്. ആ സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് ഇവിടെ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നൊരു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യം ഉറപ്പുവരുത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. സ്ട്രോങ് റൂമിലുണ്ടോ എന്നത് സംബന്ധിച്ച വ്യക്തത വരുത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. ഈ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി സമയത്ത് തന്നെ ഈ താങ്ങുപീഠങ്ങൾ കൂടി ഉരുക്കി അതും കൂടി ചേർത്തുകൊണ്ട് ഈ സ്വർണ്ണപ്പാളി നിർമ്മാണം പൂർത്തിയാക്കാം, ഈ താങ്ങുപീഠങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു സ്പോൺസർ കരുതിയിരുന്നത്. പക്ഷേ ഈ താങ്ങുപീഠങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി ദേവസ്വം നൽകാത്തിടത്തോളം ആ കാര്യത്തിൽ ഒരു തീർച്ചയായിട്ടില്ല. പക്ഷേ കോടതിയിൽ ഇക്കാര്യം ദേവസ്വം സമർപ്പിക്കുന്ന മറുപടി എന്നത് സംബന്ധിച്ചായിരിക്കും അടുത്ത തീരുമാനങ്ങൾ. എന്തായാലും ഇപ്പോൾ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്തത്, മാറ്റിയത്, അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സ്വർണം പൂശിയതിനു ശേഷം തിരികെ എത്തിച്ചിരിക്കുന്നു, സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കണക്കിന് കിട്ടിയ ഒരു സംഭവം കൂടിയാണ്, വിവാദം കൂടിയാണ്. സ്വർണ്ണപ്പാളികൾ ഇങ്ങനെ പറയാതെ, ആരോടും ഉരിയാടാതെ കടത്തിക്കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ് ചെന്നൈയിൽ എത്തിച്ചത് തിരികെ എത്തിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഇവ പുനഃസ്ഥാപിക്കും.